ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 21-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ്. പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു. വഴിയരികിൽ ഒരു അത്തിവൃക്ഷം കണ്ട് അവൻ അതിൻ്റെ അടുത്തെത്തി. എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. അവൻ അതിനോട് പറഞ്ഞു, ഇനി ഒരിക്കലും നിന്നിൽ ഫലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ആ നിമിഷം തന്നെ ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഈ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ അത്തിപ്പഴം പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഫലങ്ങൾ പ്രതീക്ഷിച്ച് ഇതാ അത്തിവൃക്ഷത്തിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു. ഈശോ യാത്ര ചെയ്യുന്ന സമയത്ത് വല്ലാതെ വിശന്നപ്പോൾ ഒരു അത്തിവൃക്ഷം കാണുന്നു. ആ അത്തിവൃക്ഷത്തിൽ എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ച് അത്തിവൃക്ഷത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ അതിൽ അത്തിപ്പഴങ്ങൾ കാണുന്നില്ല. ആ സമയം തന്നെ ഈശോ അതിനെ ശപിക്കുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതി വച്ചിരിക്കുന്നതനുസരിച്ച് അന്നേരം തന്നെ ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. ശരിക്കും ഈ തിരുവചന ഭാഗം പല പ്രകാരത്തിൽ നമുക്ക് ആശയക്കുഴപ്പം ഉളവാക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്. മത്തായി ശ്ലീഹായുടെയും വിശുദ്ധ മർക്കോസിൻ്റെയും സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്ന അത്തിവൃക്ഷത്തെ ശപിക്കുന്ന വചനഭാഗം പല കാരണങ്ങളാൽ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അത്തിവൃക്ഷത്തെക്കുറിച്ച് ഈശോ പറയുന്ന ഉപമയുടെ ചൈതന്യത്തിന് നിരക്കുന്ന ഒരു പ്രവൃത്തിയല്ല ഇവിടെ ഈശോയിൽ നമ്മൾ കാണുന്നത്. എന്താണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന അത്തിവൃക്ഷത്തിൻ്റെ ഉപമയുടെ പ്രത്യേകത? ഈ അത്തിവൃക്ഷം ഫലം പുറപ്പെടുവിക്കേണ്ട കാലമായിട്ടും ഫലം പുറപ്പെടുവിക്കുന്നില്ല. 3 വർഷം അതിൻ്റെ ഉടമസ്ഥൻ അത്തിവൃക്ഷത്തിൻ്റെ അരികിലേക്ക് വന്ന് ഫലം അന്വേഷിക്കുന്നു. ഫലം കാണാൻ സാധിക്കുന്നില്ല. 3 വർഷമായിട്ടും ഫലം ലഭിക്കാതെ വന്നപ്പോഴാണ് അത് വെട്ടിക്കളയാനായിട്ട് ഉടമസ്ഥൻ തീരുമാനമെടുക്കുന്നത്. അന്നേരം കർഷകൻ പറയുന്നു, കുറച്ചുകൂടെ അതൊന്ന് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കളച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം. വീണ്ടും ഇതാ അത്തിവൃക്ഷത്തിന് അവസരം ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ച് ഫലം പുറപ്പെടുവിക്കേണ്ട കാലഘട്ടമായി. അതിനുശേഷം 3 വർഷങ്ങൾ ഉടമസ്ഥൻ കാത്തുനിന്നു. കർഷകന്റെ ആവശ്യപ്രകാരം പിന്നെയും കാത്തു നിൽക്കാൻ ഉടമസ്ഥൻ തയ്യാറാകുന്നു. എന്നുവെച്ചാൽ ദീർഘക്ഷമയോടെ, പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ അത്തിവൃക്ഷം ഇനിയെങ്കിലും ഫലം പുറപ്പെടുവിക്കുമെന്ന പ്രത്യാശയോടെ കാത്തു നിൽക്കുന്ന ദീർഘക്ഷമയുള്ള ഉടമസ്ഥനെയാണ് ഈശോ ഇതാ ലൂക്കായുടെ സുവിശേഷത്തിൽ ഫലം പുറപ്പെടുവിക്കാത്ത അത്തിവൃക്ഷത്തിൻ്റെ ഉപമ പറയുമ്പോൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ ഉടമസ്ഥൻ ദൈവം തന്നെയാണ്. ദൈവം മനുഷ്യർ എന്ന അത്തിവൃക്ഷത്തിൽ നിന്ന്, ഞാനും നിങ്ങളുമാകുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ ജനമാകുന്ന ലോകം മുഴുവനുമാകുന്ന അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം, ആത്മീയതയുടെ നന്മകൾ, ഫലങ്ങൾ പുറപ്പെടുവിക്കുമെന്ന പ്രതീക്ഷയോടെ പിന്നെയും ദീർഘക്ഷമ കാണിച്ച് കാത്തു നിൽക്കുകയാണ്. ഇതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ വിവരിക്കുന്ന ഫലം പുറപ്പെടുവിക്കാത്ത അത്തിവൃക്ഷത്തിൻ്റെ ഉപമയുടെ അന്തസത്ത, ചൈതന്യം. പക്ഷെ ഈ ചൈതന്യത്തിന് നിരക്കുന്ന ഒരു പ്രവൃത്തിയല്ല മത്തായി ശ്ലീഹായുടെയും മർക്കോസ് സുവിശേഷകന്റെയും സുവിശേഷത്തിൽ വിവരിക്കുന്ന സംഭവം. ഫലം പുറപ്പെടുവിക്കാത്ത അത്തിവൃക്ഷത്തെ ഈശോ ശപിച്ചു കളയുന്നു. മത്തായി ശ്ലീഹായുടെ സുവിശേഷം അനുസരിച്ച് ആ നിമിഷം തന്നെ അത്തിവൃക്ഷം ഉണങ്ങി കരിഞ്ഞ് പോവുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഈശോ ഇങ്ങനെ കാത്തു നിൽക്കാൻ തയ്യാറാകാതെ, ദീർഘക്ഷമ കാണിക്കാൻ തയ്യാറാകാതെ ഇതാ ആ നിമിഷത്തിൽ തന്നെ അത്തിവൃക്ഷത്തെ ശപിക്കാൻ തയ്യാറായത് എന്ന ന്യായമായ ഒരു ചിന്ത സാധാരണഗതിയിൽ ഒന്ന് ആഴത്തിൽ ധ്യാനിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചിന്തയാണ്. മത്തായിയുടെയും മർക്കോസിൻ്റെയും സുവിശേഷത്തിൽ വിവരിക്കുന്ന ഈ സംഭവം വായിക്കുമ്പോൾ ഒരു വായനക്കാരന് തോന്നുന്ന അല്ലെങ്കിൽ കേൾവിക്കാരന് തോന്നുന്ന ഒന്നാമത്തെ ആശയക്കുഴപ്പം ഇതാണ്. ഈ പറഞ്ഞ കാര്യമാണ്,
ഈശോ പറയുന്ന ഫലം പുറപ്പെടുവിക്കാത്ത അത്തിവൃക്ഷത്തിന്റെ ഉപമയുടെ ചൈതന്യത്തിന് നിരക്കുന്നില്ല ഈ സംഭവം. ഇതാണ് ഒന്നാമത്തേത്. ഈ രണ്ടാമതായി ഇതിനേക്കാളും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ സംഭവം വിവരിച്ചതിന് ശേഷം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ഈശോ എന്തെങ്കിലും കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് അത്തിവൃക്ഷത്തിന്റെ അരികിൽ ചെല്ലുമ്പോൾ അതിലൊന്നും കാണുന്നില്ല, അതിനെ ശപിച്ചു കളയുന്നു. അതിനു മുമ്പ് ഈ മർക്കോസ് സുവിശേഷകൻ ഒരു വാചകം കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: അത് അത്തിപ്പഴങ്ങളുടെ കാലം അല്ലായിരുന്നു. അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരുന്നുവെങ്കിൽ തീർച്ചയായും അത്തിപ്പഴം ഉണ്ടാവുക സാധ്യമല്ല. സീസൺ അനുസരിച്ച് ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷത്തിൽ സീസൺ ആകുമ്പോഴേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കൂ. സ്വാഭാവികമായും ഈശോ ഈ അത്തിവൃക്ഷത്തിന്റെ അരികിൽ ചെന്നത് അത്തിപ്പഴം അതിൽ നിന്ന് ഈശോ പ്രതീക്ഷിച്ചുവെങ്കിൽ അത് അത്തിപ്പഴത്തിന്റെ കുഴപ്പമല്ല ഫലം പുറപ്പെടുവിക്കാത്തത്. സത്യത്തിൽ ആ സീസണിൽ ഒരിക്കലും ഫലം പുറപ്പെടുവിക്കുക അത്തിവൃക്ഷത്തിന് സാധ്യമല്ല. അപ്പൊ പിന്നെ എന്തിന് ഈശോ ശപിച്ചു? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ മർക്കോസിന്റെയും സുവിശേഷത്തിൽ വിവരിക്കുന്ന ഈ സംഭവം പലവിധ കാരണങ്ങളാൽ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷത്തിൽ വിവരിക്കുന്ന ഉപമയുടെ ചൈതന്യത്തോട് ഈ സംഭവം ചേർന്ന് പോകുന്നില്ല. രണ്ടാമത്തെ കാരണം ഞാൻ പറഞ്ഞു, അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നുവെന്ന് സുവിശേഷകൻ തന്നെ എഴുതി വച്ചിരിക്കുന്നു. ഈ രണ്ട് കാരണങ്ങളാൽ എന്തിന് ഈശോ അത്തിവൃക്ഷത്തെ ശപിച്ചുവെന്ന് നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകും. ഈ രണ്ട് കാരണങ്ങളാൽ എന്തിന് ഈശോ അത്തിവൃക്ഷത്തെ ശപിച്ചു എന്നത് നമ്മിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഒറ്റ വാചകത്തിൽ ഉത്തരം പറയുന്നതിനേക്കാൾ ഈ ഉത്തരത്തെ അതിൻ്റെ മുഴുവൻ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ വിശദീകരണങ്ങളിലേക്ക് ഒന്ന് കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം, പഴയ നിയമത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ അവിടെ പ്രവാചകർ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദൈവജനത്തെ അറിയിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് വാക്കുകളിലൂടെയാണ്. വാക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രസംഗത്തിലൂടെ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപയോഗിച്ച് പ്രവാചകർ ദൈവിക സന്ദേശം, സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തൽ ദൈവജനത്തെ അറിയിക്കുന്നു. ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരു കാര്യം മറ്റു വ്യക്തികളിലേക്ക് എത്തിക്കാൻ വാക്കുകൾ ഉപയോഗിച്ച്, വാക്കുകൾ എന്ന മാധ്യമം ഉപയോഗിച്ച് നമ്മൾ പരിശ്രമിക്കുന്നു. അതാണ് പ്രധാനമായും നമ്മൾ പഴയ നിയമ പ്രവാചകർ ഉപയോഗിക്കുന്ന മാധ്യമമായി ദൈവത്തിൻ്റെ വെളിപാടുകൾ, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ, ദൈവിക സന്ദേശങ്ങൾ വാക്കുകളിലൂടെ പ്രവാചകർ അറിയിക്കുന്നു. ഞാനിത് പറയുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക, എൻ്റെ ഉള്ളിൽ ഇന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആശയങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ ഉള്ളിലുള്ള ഈ ആശയത്തെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാനിതാ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഈ വാക്കുകൾ ഉപയോഗിച്ച് എൻ്റെ ഉള്ളിലുള്ള ആശയങ്ങൾ നിങ്ങളിലേക്ക് കൈമാറുന്നു. എന്നാൽ ഓർക്കുക പ്രിയപ്പെട്ടവരെ, വാക്കുകൾ ഉപയോഗിച്ച് മാത്രമല്ല ആശയങ്ങൾ കൈമാറുന്നത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അംഗവിക്ഷേപങ്ങൾ ഈ പറയുന്ന ആശയത്തോട് ചേർന്നു പോകുന്ന തരത്തിൽ അംഗവിക്ഷേപങ്ങളും ഞാൻ നടത്തുന്നുണ്ട്. സാമാന്യഗതിയിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ നമ്മുടെ കൈകാലുകളുടെ ചലനം, നമ്മുടെ ബോഡി ലാംഗ്വേജ്, അതിൽ നിന്ന് ഒരുപക്ഷെ പറയുന്നതിനേക്കാളും കൂടുതൽ ഈ അംഗവിക്ഷേപങ്ങളിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഒന്ന് എന്ന് പറയുന്ന സമയത്ത് അതോടൊപ്പം തന്നെ ഒരു വിരൽ ഉയർത്തിപ്പിടിച്ചാൽ, രണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് വിരൽ ഉയർത്തിപ്പിടിച്ചാൽ, പറയാതെ തന്നെ വെറുതെ വിരൽ ഉയർത്തിപ്പിടിച്ചാലും നമുക്ക് ഈ ആശയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വാക്കുകളിലൂടെ മാത്രമല്ല അംഗവിക്ഷേപങ്ങളിലൂടെയും ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ഒരു പുഞ്ചിരിയിലൂടെ നമുക്ക് ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വെറുതെ കണ്ണുകൾ അടച്ച് ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റു മനുഷ്യരിലേക്ക് എത്തിക്കാം. ഇതുമല്ലെങ്കിൽ ഒരു കടലാസിൽ എഴുതി കാണിച്ചും നമുക്ക് ആശയങ്ങൾ എത്തിക്കാം. എന്നതുപോലെ മനസ്സിലാക്കുക, പഴയ നിയമത്തിലെ പ്രവാചകർ ദൈവത്തിൻ്റെ വെളിപാടുകളെ, ദൈവിക വെളിപ്പെടുത്തലുകളെ ദൈവജനത്തിലേക്ക് എത്തിക്കാൻ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് വാക്കുകളാണ്. അവരുടെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ പ്രസംഗത്തിലൂടെ, പറയുന്നതിലൂടെ കാര്യങ്ങൾ ജനത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിച്ചിരുന്നു. എന്നാൽ അതുമാത്രമല്ല, പ്രവർത്തികളിലൂടെയും അവർ ആശയങ്ങൾ കൈമാറിയിരുന്നു. ഒരു പ്രവൃത്തി ജനത്തിൻ്റെ മുൻപിൽ അവതരിപ്പിച്ച്, ഒരു പ്രവൃത്തി ജനത്തിൻ്റെ മുൻപിൽ കാണിച്ചു കൊടുത്തുകൊണ്ട്
ഒരു ആശയം വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുന്നു. നമുക്ക് ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകം, അവിടെ 19-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ജെറമിയ പ്രവാചകനോട് കർത്താവ് ഒരു മൺകലം വാങ്ങിക്കാൻ ആവശ്യപ്പെടുന്നു. ഒരു മൺകലം വാങ്ങി ആ മൺകലവുമായി ബെൻഹിന്നോം താഴ്വരയിലേക്ക് ചെല്ലുക. ബെൻഹിന്നോം താഴ്വരയിലേക്ക് മൺകലവുമായി ചെന്നതിന് ശേഷം യഹൂദ രാജാക്കന്മാരോടും ജെറൂസലേം നിവാസികളോടും ഒരു കാര്യം അവതരിപ്പിക്കുക. എന്താണ് പറയേണ്ടത്? ദൈവം കൊടുത്ത കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാത്തവർക്ക് സംഭവിക്കാൻ പോകുന്ന അപകടം അതെന്താണെന്ന് ദൈവജനത്തെ അറിയിക്കുക. ഇങ്ങനെ ഇതാ പ്രവാചകനോട് ഈ കാര്യം ആവശ്യപ്പെടുകയാണ്. അത് ഇപ്രകാരമാണ് ചെയ്യാൻ പറയുന്നത്. ഒരു മൺകലവുമായി ചെല്ലുക. അതിനുശേഷം ചെയ്യേണ്ടത് ഇതാണ്. കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ മൺകലം ഉടച്ചു കളയുക. ഈ മൺകലം ഉടച്ചു കളയുക. ഉടച്ചു കളഞ്ഞതിന് ശേഷം അവരോട് പറയുകയാണ്, ഇനി കുശവന് ഈ ഉടഞ്ഞുപോയി ചിന്നിച്ചിതറിയ ഈ മൺകലത്തിന്റെ കഷ്ണങ്ങൾ വീണ്ടും ഒരുമിച്ച് ചേർത്ത് ഒരു മൺകലമാക്കുക സാധ്യമല്ല എന്നതുപോലെ വീണ്ടും കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ നഗരവും ഈ നാടും ഈ ദേശവും ജനവും ചിതറിക്കപ്പെടും എന്ന ആശയം. പാപം ചെയ്ത് ജീവിച്ചാൽ, ദൈവകൽപ്പന അനുസരിക്കാതെ ജീവിച്ചാൽ ഈ മൺകലം ചിന്നിച്ചിതറിയതുപോലെ ജനവും ചിന്നിച്ചിതറപ്പെടും എന്ന് മാത്രമല്ല ഈ നഗരവും ഈ ദേശവും നശിപ്പിക്കപ്പെടും. അങ്ങനെ നശിപ്പിക്കപ്പെടുന്ന ചിന്നിച്ചിതറപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ മൺകലം ഉടറി ചിന്നിച്ചിതറി പിന്നീട് അത് തിരിച്ചു ചേർക്കുക സാധ്യമല്ലാത്തതുപോലെ തന്നെ ജനത്തിനും ഒരുമിച്ച് പിന്നീട് ചേരുക അസാധ്യമാകുമാറ്, ദേശത്തെ പുനരുദ്ധരിക്കുക, നഗരത്തെ വീണ്ടും പണിയുക അസാധ്യമാകുമാറ് ചിന്നിച്ചിതറപ്പെടുമെന്ന ആശയത്തെ വാക്കുകളിലൂടെ എന്ന പോലെ തന്നെ ഈ ഒരു പ്രവൃത്തിയിലൂടെ അവതരിപ്പിക്കാൻ ദൈവമായ കർത്താവിത ജെറമിയ പ്രവാചകനോട് പറയുന്നുണ്ട്. ഇതിനെ നമ്മൾ പ്രതീകാത്മകമായ പ്രവർത്തനം എന്ന് പറയും. സിംബോളിക് ആക്ട് അഥവാ പാരാബോളിക് ആക്ട് എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. പ്രതീകാത്മകമായി ഒരാശയത്തെ ദൈവജനത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, വീണ്ടും ജെറമിയ പ്രവാചകന്റെ തന്നെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന്റെ കീഴിൽ ഈ ജനം ആയിത്തീരുമെന്നതിനെ പ്രതീകാത്മകമായി ഇതാ ജെറമിയ പ്രവാചകൻ ഒരു വലിയ കലപ്പയെടുത്ത് സ്വന്തം തോളിൽ വെച്ച് നടക്കാൻ ആവശ്യപ്പെടുന്ന ദൈവം. ഇതുപോലെ ദൈവജനം ഈ ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നതായി ജെറമിയ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിലായി നമ്മൾ വായിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞതിന്റെ ആശയം ഇതാണ്. ദൈവത്തിന്റെ വെളിപാട് ദൈവജനത്തെ അറിയിക്കാൻ പ്രവാചകർ വാക്കുകളിലൂടെ മാത്രമല്ല പ്രവർത്തികളിലൂടെയും പരിശ്രമിച്ചിരുന്നു. പ്രവർത്തികൾ, ഒരുപക്ഷെ പ്രവർത്തികളായിരിക്കാം വാക്കുകളേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ളത്. ആശയം വളരെ വ്യക്തതയോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാക്കുകളെക്കാളും കൂടുതൽ പ്രവർത്തികളായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളല്ല, അതിനേക്കാളും ഉപരി മാതാപിതാക്കൾ പ്രവർത്തിക്കുന്നതെന്തോ അതാണ് മക്കളെ സ്വാധീനിക്കുക. മാതാപിതാക്കൾ മക്കളോട് അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് വെറുതെ പറഞ്ഞിട്ട് മാതാപിതാക്കൾ പറയുന്നത് അവർ തന്നെ ചെയ്യുന്നില്ലെങ്കിൽ, അവരതുപോലെ ജീവിക്കുന്നില്ലെങ്കിൽ, മാതാപിതാക്കൾ എന്താണോ ജീവിക്കുന്നത് അതായിരിക്കും മക്കൾ അനുസരിക്കുക. മക്കളോട് TV കാണരുത്, സിനിമ കാണരുത്, സീരിയൽ കാണരുത്, അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ ദുരുപയോഗിക്കരുത്, ഇങ്ങനെയൊക്കെ മക്കളോട് പറഞ്ഞിട്ട് മാതാപിതാക്കൾ അത് തന്നെ ചെയ്താൽ മാതാപിതാക്കൾ ചെയ്യുന്നത് എന്തോ അതായിരിക്കും മക്കൾ അനുകരിക്കുക, അല്ലാതെ പറയുന്നതല്ല. ഓർക്കുക, പ്രവർത്തികൾക്ക് വാക്കുകളെക്കാളും ശക്തിയുണ്ട്. അപ്പോൾ പ്രതീകാത്മകമായ വിധത്തിൽ ഒരാശയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായി പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ വെളിച്ചത്തിൽ ഈ സംഭവത്തെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തിവൃക്ഷത്തെ ശപിക്കുന്ന സംഭവം. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഈശോ അത്തിവൃക്ഷത്തെ ശപിക്കുന്നതിനെ പ്രതീകാത്മകമായി ഒന്ന് മനസ്സിലാക്കുക. എന്താണ് പ്രതീകാത്മകമായി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഇസ്രായേൽ ജനം ഈ അത്തിവൃക്ഷത്തിന്റെ കാര്യത്തിൽ എന്ന പോലെ
ഇസ്രായേൽ ജനം ഒത്തിരിയേറെ ഇലക്കൊഴുപ്പുള്ളവരായിരുന്നു. ഇലക്കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്: ജീവന്റെ അടയാളങ്ങൾ, ജീവന്റെ സമൃദ്ധി ധാരാളമായി കാണിച്ചിരുന്ന ജനമായിരുന്നു ഇസ്രായേൽ ജനം. എന്നാൽ അവരിൽ ഫലങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഒത്തിരിയേറെ ദൈവകൃപ, ഒത്തിരിയേറെ ദൈവാനുഗ്രഹം, ഇത് ധാരാളമായി ദൈവം വർഷിച്ചിട്ടും ജീവന്റെ അടയാളമായ ഇലകൾ കൊണ്ട് നിറഞ്ഞിരുന്നവർ ആയിരുന്നിട്ടും അവരിൽ ഫലങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതാണ് ഇസ്രായേൽ ജനത്തിന്റെ ഒരു വലിയ പ്രശ്നമായിരുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു വിശുദ്ധിയിൽ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതം ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ഇസ്രായേൽക്കാരുടേത്. അങ്ങനെയുള്ളവർക്ക് പിന്നീട് സംഭവിക്കാൻ പോകുന്ന വലിയ ഒരു അപകടത്തെ ഈശോ ഇതാ പ്രതീകാത്മകമായ വിധത്തിൽ അവതരിപ്പിക്കുന്നു. ഈ അത്തിവൃക്ഷത്തിന് സംഭവിച്ചതുപോലെ ഇതിന് ഇലക്കൊഴുപ്പുണ്ട്, പക്ഷെ ഫലങ്ങളില്ല. ഇലക്കൊഴുപ്പുണ്ട്, ഫലക്കൊഴുപ്പില്ല. ഫലങ്ങളില്ല, ഇലകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇലകൾ മാത്രമുള്ള ഫലങ്ങളില്ലാത്തൊരു വൃക്ഷത്തിന് സംഭവിച്ചത് എന്തോ അതുതന്നെ ഫലം പുറപ്പെടുവിക്കാതെ സ്വയം തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നൊക്കെ മേനി പറഞ്ഞ് ജീവിക്കുന്ന ഇസ്രായേൽ ജനത്തിന് സംഭവിക്കും എന്ന ആശയത്തെ ഇതാ ഈ സംഭവത്തിലൂടെ അത്തിവൃക്ഷത്തെ ശപിച്ചുകൊണ്ട് ഈശോ അത് അവരുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. അതാണ് പ്രിയപ്പെട്ടവരെ ഇതിന്റെ പ്രതീകാത്മകമായ അർത്ഥം. അപ്പോൾ പ്രതീകാത്മകമായ അത്തിവൃക്ഷത്തെ ശപിക്കുന്ന സംഭവത്തെ പ്രതീകാത്മകമായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് പിന്നെയും വചനത്തിൽ തെളിവുകളുണ്ട്. അതായത് ദൈവത്തിന്റെ കോപം അത്തിമരത്തെ നശിപ്പിച്ചുകൊണ്ട് വെളിപ്പെടുത്തും എന്ന ആശയം പഴയ നിയമഗ്രന്ഥങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സങ്കീർത്തനം 105:33 നമ്മൾ വായിക്കുന്നു: അവിടുന്ന് അവരുടെ മുന്തിരിത്തോട്ടങ്ങളും അത്തിവൃക്ഷങ്ങളും തകർത്തു, അവരുടെ നാട്ടിലെ വൃക്ഷങ്ങൾ നശിപ്പിച്ചു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 8:13: കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ വിളവെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, എന്നാൽ മുന്തിരിച്ചെടിയിൽ പഴമില്ല, അത്തിവൃക്ഷത്തിൽ കായ്കളില്ല, ഇല പോലും വാടിക്കൊഴിഞ്ഞു. അതിനാൽ അവരുടെ നേരെ ഞാൻ വിനാശകനെ അയക്കും. ഇങ്ങനെ പലയിടങ്ങളിലായി നമ്മൾ കാണുന്നുണ്ട് ദൈവകോപം ഈ വിധത്തിൽ പ്രകടമാക്കപ്പെടുമെന്ന്. ഈ വിധത്തിൽ ഇങ്ങനെ അത്തിവൃക്ഷത്തെ ശപിച്ചുകൊണ്ട്, അത്തിവൃക്ഷത്തെ നശിപ്പിച്ചുകൊണ്ട് ഈ വിധത്തിൽ ദൈവകോപം പ്രകടമാക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രതീകാത്മകമായ അർത്ഥം. കാര്യം ശരിയാണ്, ഇത് പ്രതീകാത്മകമായ അർത്ഥമാണ് എന്നൊക്കെ പറയുമ്പോഴും വീണ്ടും കുറച്ചുകൂടെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്നവർക്ക്, യുക്തിസഹമായി ചിന്തിക്കുന്നവർക്ക് ഇപ്പോഴും ദഹിക്കാത്ത ഒരു വിഷയം ഇതിലുണ്ട്. അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. ഇതുവരെ പറഞ്ഞത് പ്രതീകാത്മകമായ അർത്ഥത്തിൽ ഇതുവരെ പറഞ്ഞതൊക്കെ സ്വീകാര്യമാണ്. പക്ഷെ അടുത്ത ചോദ്യം ഇതാണ്: അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അത്തിപ്പഴങ്ങളുടെ കാലമല്ലെങ്കിൽ അത്തിവൃക്ഷത്തിന് എങ്ങനെ ഫലം പുറപ്പെടുവിക്കാൻ പറ്റും? ആ അത്തിവൃക്ഷത്തെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ആ അത്തിവൃക്ഷത്തെ കുറിച്ച് നമ്മൾ പരിഭവം പറഞ്ഞിട്ട് എന്താ കാര്യം? അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ ഓരോ വൃക്ഷങ്ങളും ഓരോ തരത്തിലാണ്, ഓരോ തരം സമയങ്ങളിലാണ് ഫലങ്ങൾ പുറപ്പെടുവിക്കുക. ഉദാഹരണം പറഞ്ഞാൽ തെങ്ങ് ഫലം പുറപ്പെടുവിക്കുന്ന പോലെയല്ല വാഴ ഫലം പുറപ്പെടുവിക്കുന്നത്. തെങ്ങിൽ ഫലം നാളികേരം ഉണ്ടാകുന്ന വിധത്തിലല്ല, അല്ലെങ്കിൽ ആ രീതിയിലല്ല ഈ വാഴയിൽ വാഴക്കുല ഉണ്ടാകുന്നത്. അതുപോലെയല്ല മാവിലും അതുപോലെ പ്ലാവിലുമൊക്കെ ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഓരോന്നിൻ്റെയും സീസൺ വ്യത്യാസമുണ്ട്, ഓരോന്നിൻ്റെയും ദൈർഘ്യ വ്യത്യാസമുണ്ട്. ചില വൃക്ഷങ്ങളിൽ എപ്പോഴും ഫലങ്ങൾ ഉണ്ടാകും, ചിലത് വർഷത്തിലൊരിക്കൽ, ചിലത് മാസത്തിൽ, ചിലത് 3 മാസം കൂടുമ്പോൾ, ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. ഈ അത്തിവൃക്ഷം ഫലം പുറപ്പെടുവിക്കേണ്ട കാലമല്ലായിരുന്നു. സ്വാഭാവികമായും അത്തിവൃക്ഷത്തെ കുറിച്ച് നമ്മൾ വിഷമം വിചാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ഓർക്കുക, ഇത് അത്തിവൃക്ഷത്തിന്റെ പ്രത്യേകത, ശരിക്കുള്ള പ്രത്യേകത മനസ്സിലാക്കിയാലേ ഇതെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സാധാരണഗതിയിൽ ശൈത്യകാലത്താണ് അത്തിവൃക്ഷങ്ങൾ, ശൈത്യകാലമാകുമ്പോൾ ഇലകൾ മുഴുവൻ കൊഴിയും. അത് കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ അതിൽ തളിരിലകൾ ഉണ്ടാകാനായിട്ട് തുടങ്ങും. തളിരിലകൾ ഉണ്ടാകുന്നതോടുകൂടെ തന്നെ ചില മൊട്ടുകൾ അതിൽ രൂപപ്പെടും. ഇതിനെ പലസ്തീനിയൻ അറബി ഭാഷയിൽ വിളിക്കുന്ന പേര് താക്ഷ് എന്നാണ്. താക്ഷ് എന്ന പേരാണ് ഇതിന് വിളിക്കുക. ഈ താക്ഷ് യഥാർത്ഥത്തിൽ അത്തിപ്പഴമല്ല. അത്തിപ്പഴം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന മുട്ടുകളാണ് താക്ഷ് എന്ന് പറയുന്നത്.
ഈ താക്ഷ് ഭക്ഷ്യയോഗ്യമാണ്, കഴിക്കാൻ സാധിക്കും. വഴി യാത്രക്കാരും കർഷകരും ഒക്കെ ഇത് കഴിച്ച് വിശപ്പടക്കാറുണ്ട്. പക്ഷെ ഇത് യഥാർത്ഥ അത്തിപ്പഴമല്ല. അത്തിപ്പഴം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന മുട്ടുകളാണ് താക്ഷ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ താക്ഷ് സത്യത്തിൽ തളിരിലകൾ ഉണ്ടായി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇത് മുഴുവൻ ഇലകൾ വന്ന് നിറയും. അതോടൊപ്പം തന്നെ ഇതിൽ മുട്ടുകൾ നമുക്ക് താക്ഷ് നമുക്ക് കാണാനും സാധിക്കും. അത് കഴിച്ച് വിശക്കുന്നവർക്ക് വിശപ്പടക്കാൻ സാധിക്കും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈശോ സത്യത്തിൽ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആ സമയത്ത് പ്രതീക്ഷിച്ചത് അത്തിപ്പഴമായിരുന്നില്ല. അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുവാൻ അവൻ അത്തിവൃക്ഷത്തിന്റെ അരികിൽ ചെന്നു എന്നാണ് വചനത്തിൽ പറയുന്നത്. അതിലെന്തെങ്കിലും. അപ്പോൾ ഈശോ പ്രതീക്ഷിച്ചത് യഥാർത്ഥത്തിൽ താക്ഷ് ആയിരുന്നു. ഈ സംഭവം വിവരിക്കുന്ന കാലഘട്ടവും സമയവും നമ്മൾ ബൈബിൾ ശരിക്കും എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഈശോയുടെ മരണത്തിന് ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സാമാന്യഗതിയിൽ ഈശോയുടെ മരണം സംഭവിച്ചു എന്ന് പൊതുവെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം ഏപ്രിൽ 6 AD 30 ഏപ്രിൽ 6 ഈശോ മരിച്ചത് എന്ന ഒരു നിഗമനമാണ് പൊതുവെ ബൈബിൾ പണ്ഡിതരിലും ദൈവശാസ്ത്രജ്ഞരിലും ഒക്കെ ഉള്ള ഒരു നിഗമനം. ഇതിന്റെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ, കാലഘട്ടം അനുസരിച്ച്, സീസൺ അനുസരിച്ച് ചിന്തിച്ചാൽ, അതിനും ഏതാനും ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പാണ് ഈശോ ഈ അത്തിവൃക്ഷത്തിന്റെ അരികിലേക്ക് ചെല്ലുന്ന ഈ സംഭവം നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കാലഘട്ടവും സമയദൈർഘ്യവും വെച്ച് ചിന്തിച്ചാൽ നമുക്കറിയാം, ഈശോ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത് അത്തിപ്പഴമല്ലായിരുന്നു, താക്ഷായിരുന്നു. എന്നാൽ അതും കാണുവാൻ, ആ ഫലവും കാണുവാൻ ഈശോയ്ക്ക് സാധിച്ചില്ല. യഥാർത്ഥത്തിൽ താക്ഷ് പ്രതീക്ഷിച്ചു ചെന്ന ഈശോയ്ക്ക് ആ താക്ഷും അതിൽ നിന്ന് കാണുവാനായിട്ട് സാധിച്ചില്ല. താക്ഷ് ഇല്ലെങ്കിൽ സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാം, സ്വാഭാവികമായും സീസൺ ആയാലും ഇതിൽ അത്തിപ്പഴങ്ങൾ ഉണ്ടാകാൻ യാതൊരു വിധത്തിലുള്ള സാധ്യതകളുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിന്റെ ആശയക്കുഴപ്പം തീർച്ചയായും നമുക്ക് പരിഹരിക്കപ്പെട്ടു. ഈശോ ശപിച്ചതിന്റെ കാരണം ഇതിൽ അത്തിപ്പഴം സീസൺ അല്ലാത്തത് കൊണ്ട് ഇല്ല. പക്ഷെ ഈശോ പ്രതീക്ഷിച്ചത് അറ്റ്ലീസ്റ്റ് ഈ താക്ഷെങ്കിലും ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. പക്ഷെ അതും കാണാനായിട്ട് സാധിച്ചില്ല. ഇലക്കൊഴുപ്പ് മാത്രമായി ഈ വൃക്ഷം ജനത്തെ കബളിപ്പിക്കുകയായിരുന്നു, വഴിപോക്കരെ കബളിപ്പിക്കുകയായിരുന്നു. വിശന്ന് അതിൻ്റെ അരികിൽ ചെന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിഞ്ഞു ചെല്ലുന്നവരെ ഇത് പറ്റിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ആശയക്കുഴപ്പങ്ങളെല്ലാം, തീർച്ചയായും ഈ സംഭവത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങളെല്ലാം മാറുവാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ എല്ലാ വെളിച്ചത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ആത്മീയ അർത്ഥം എന്താണ്? ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ദിവസത്തിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും വർഷത്തിൽ 365 ദിവസവും ഫലം പുറപ്പെടുവിക്കേണ്ടവരാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ ജീവന്റെ അടയാളങ്ങൾ ഒരുപാട് പ്രകടമാക്കുന്നുണ്ട്. എന്തുമാത്രം കൃപകളെ ദൈവം ഓരോ ദിവസവും വിശുദ്ധ കുർബാന വഴിയും മറ്റു കൂദാശകൾ വഴിയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുന്നത്. എന്നാൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഈ വെള്ളവും വളവും പ്രകാശവും ഒക്കെ സ്വീകരിച്ചിട്ട് ഞാനെന്ന അത്തിവൃക്ഷത്തിന് ഫലം പുറപ്പെടുവിക്കാൻ പറ്റുന്നുണ്ടോ? എന്താണ് പ്രിയപ്പെട്ടവരുടെ ഫലം എന്ന് പറയുന്നത്? സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, കാരുണ്യം, നന്മ, ദീർഘശാന്തത, ആർദ്രത, വിശ്വസ്തത, വിനയം, സംയമനം, ശുദ്ധത. ഇങ്ങനെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കാതെ ദൈവം വർഷിക്കുന്ന കൃപകളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നു, എന്നാൽ ഫലങ്ങൾ ഒട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കുന്നുമില്ല. ഈ ഒരു അവസ്ഥ എത്രയോ ശോചനീയമാണ്. അങ്ങനെ വരുമ്പോഴുള്ള മുന്നറിയിപ്പായി ഈ സംഭവത്തെ നമ്മൾ മനസ്സിലാക്കണം. ഫലങ്ങൾ പുറപ്പെടുവിക്കാതെ ഇലക്കൊഴുപ്പ് മാത്രമായി, ഫലക്കൊഴുപ്പില്ലാതെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയുള്ള ആ വലിയ ദുരന്തത്തിന്റെ മുന്നറിയിപ്പായി നമ്മൾ ഈ സംഭവത്തെ ധ്യാനിച്ച് മനസ്സിലാക്കാം. നമുക്ക് ആത്മീയ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരാൻ ഈശോ നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.